ഇന്നത്തെ നമ്മുടെ ഡിസ്കഷൻ ടോപ്പിക് പ്ലേറ്റോ ആൻഡ് എംപറർ അശോക എന്നുള്ളതാണ്. ഒന്ന് വെസ്റ്റേൺ ഫിലോസഫിയിലെ അല്ലെങ്കിൽ പൊളിറ്റിക്കൽ തോട്ടിൻ്റെ ഒരു കൺസെപ്റ്റും, മറ്റൊന്ന് ഇന്ത്യൻ ട്രഡീഷൻ്റെ അല്ലെങ്കിൽ ഇന്ത്യൻ പൊളിറ്റിക്കൽ തോട്ടിൻ്റെയും ഹിസ്റ്ററിയിലെ ഒരു ഐഡിയകളെ തമ്മിൽ നമ്മൾ കൂട്ടി യോജിപ്പിച്ചുകൊണ്ട് അതിൻ്റെ ചില ദാർശനികമായിട്ടുള്ള ഒരു കോമ്പിനേഷൻ, ചില കമ്പാരിസൺ, ചില ഹാർമണി എങ്ങനെയാണ് കിടക്കുന്നതെന്ന് അറിയാൻ വേണ്ടി നമുക്ക് ഒന്ന് ഡിസ്കസ് ചെയ്ത് നോക്കാം. നമുക്ക് പല പല കാര്യങ്ങളിൽ കാണുന്ന പോലെ, സയൻസിനകത്ത് കാണുന്ന പോലെ, ഉദാഹരണത്തിനകത്ത് സയൻസിനകത്ത് ചില തിയറികളിൽ ചില പ്രിഡിക്ഷൻ നമുക്ക് കാണാൻ പറ്റും. ഉദാഹരണം ആൽബർട്ട് ഐൻസ്റ്റീൻ്റെ തിയറിയായിട്ട് ബന്ധപ്പെട്ട്, ഇദ്ദേഹത്തിൻ്റെ ജനറൽ തിയറി ഓഫ് റിലേറ്റിവിറ്റിയായിട്ട് ബന്ധപ്പെട്ട് ചില പ്രിഡിക്ഷൻ പിന്നീട് വന്നിരുന്ന സയൻറ്റിസ്റ്റുകൾ കാണുന്നതിന് കാരണമായിട്ടുണ്ട്. ഉദാഹരണത്തിന് ഐൻസ്റ്റീൻ്റെ ജനറൽ തിയറി ഓഫ് റിലേറ്റിവിറ്റി ആയിട്ട് ബന്ധപ്പെട്ട് പിന്നീട് വന്ന സയൻറ്റിസ്റ്റുകൾ അതിൽ നിന്നൊരു ചില ബ്ലാക്ക് ഹോൾ സങ്കല്പങ്ങളെ കുറിച്ച് പ്രിഡിക്റ്റ് ചെയ്തതായിട്ട് നമുക്ക് കാണാം. ചില ബ്ലാക്ക് ഹോൾ സങ്കല്പങ്ങളുടെ ചില പോസിബിലിറ്റീസ് നമുക്ക് പ്രിഡിക്റ്റ് ചെയ്യാമെന്നും അത് പിന്നീട് വന്ന സയൻറ്റിസ്റ്റുകൾ അതിൻ്റെ സയൻസിലെ നിരീക്ഷണങ്ങളുടെയും പരീക്ഷണങ്ങളുടെയും അങ്ങനെ ബ്ലാക്ക് ഹോൾ ഉണ്ട് എന്ന് മനസ്സിലാക്കുന്ന ചില സയൻറ്റിഫിക് ടെക്നിക്സ് ആൻഡ് മെത്തേഡ് നമുക്ക് സയൻസിനകത്ത് കാണാൻ പറ്റും. അതൊരു സയൻസ് തിയറി അല്ല, പല പല സയൻറ്റിഫിക് തിയറിയിലും നമുക്കത് കാണാൻ പറ്റും. അതുപോലെ ഫിലോസഫിയുടെ ചില തിയറികളിലും പൊളിറ്റിക്സിൻ്റെ ചില തിയറികളിലും ഇതുപോലെ ചില പ്രിഡിക്ഷൻ നമുക്ക് കാണാൻ പറ്റും. എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചില ഫിലോസഫികൾ, ഉദാഹരണം പ്ലേറ്റോയുടെ ഫിലോസഫിയിലുള്ള ഫിലോസഫികളിൽ, അദ്ദേഹത്തിൻ്റെ പൊളിറ്റിക്കൽ തിയറിയിൽ, അദ്ദേഹത്തിൻ്റെ റിപ്പബ്ലിക് എന്ന് പറയുന്ന കൺസെപ്റ്റുമായിട്ട് ബന്ധപ്പെട്ട അദ്ദേഹത്തിൻ്റെ ഫിലോസഫിയിൽ നമുക്ക് ചില പ്രിഡിക്ഷൻ കാണാൻ പറ്റും. ആ പ്രിഡിക്ഷൻ അനുസരിച്ച് പിന്നീട് വന്ന ചരിത്രത്തിനകത്ത് എന്താണോ ആ ഫിലോസഫിയിൽ പറഞ്ഞിരിക്കുന്ന അതിൻ്റെ ചില പോസിബിലിറ്റികൾ പിന്നീട് വന്ന യൂറോപ്പിൻ്റെയും ഇന്ത്യയുടെയും ചരിത്രത്തിനകത്ത് നമുക്ക് കാണാൻ പറ്റും. ആ പ്രൊഡിക്ഷനിൽ ഏറ്റവും ഉദാത്തമായ, ഏറ്റവും മനോഹരമായ ഒരു സങ്കല്പമാണ് ഇന്ത്യൻ ചരിത്രത്തിനകത്ത്, പ്രത്യേകിച്ച് ഏൻഷ്യൻ്റ് ഇന്ത്യൻ ചരിത്രത്തിനകത്ത് നമ്മൾ കാണുന്ന BC-യിൽ ഇന്ത്യയിൽ ജനിക്കുകയും ഇന്ത്യയിൽ ജീവിക്കുകയും ഇന്ത്യയെ ചരിത്രത്തിൻ്റെ ഏറ്റവും ഉദാത്തമായ സങ്കല്പത്തിലേക്ക് ഇന്ത്യൻ ചരിത്രത്തെ എത്തിക്കുകയും ചെയ്ത നമ്മുടെ ഏറ്റവും പ്രിയങ്കരനായ അശോകവർദ്ധന പ്രിയദർശൻ എന്ന് പറയുന്ന എംപറർ. ഇതെങ്ങനെയാണ് ഈ പ്രിഡിക്ഷൻ വരുന്നത്, എങ്ങനെയാണ് ഈ അശോകൻ്റെ സങ്കല്പങ്ങൾ ഈ പ്രിഡിക്ഷനായിട്ട് കണക്ട് ചെയ്തു വരുന്നത് എന്നുള്ളതാണ് നമ്മുടെ വിഷയം. അതിനെക്കുറിച്ച് നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. ഈ പ്ലേറ്റോയ്ക്ക് മുമ്പ് ഗ്രീസിൽ ജീവിച്ചിരുന്ന ഏകദേശം 600-700 BC-യിൽ ഗ്രീസിൽ ജീവിച്ചിരുന്ന വളരെ പവർഫുൾ ആയിട്ട് ഒരു പൊളിറ്റിക്കൽ തിങ്കറുണ്ട്. എല്ലാവരും അറിയാവുന്ന പോലെ അദ്ദേഹത്തിൻ്റെ പേരാണ് പ്രോട്ടഗോറസ്. വളരെ പവർഫുൾ ആയിട്ടുള്ള റെട്ടോറിക്സിൻ്റെയും പൊളിറ്റിക്സിൻ്റെയും അല്ലെങ്കിൽ ഫിലോസഫിയുടെയും ഒരാളാണ്. അദ്ദേഹം അന്ന് ജീവിച്ചിരുന്ന അന്നത്തെ കാലത്ത് ഉണ്ടായിരുന്ന ജീവിതത്തിൻ്റെ സാഹചര്യമായിട്ട് ബന്ധപ്പെട്ട് സാമൂഹ്യമായ ചില കാര്യങ്ങൾ, രാഷ്ട്രീയപരമായ കാര്യങ്ങൾ, സദാചാരപരമായ കാര്യങ്ങൾ, റിലീജിയസ് ആയിട്ടുള്ള ചില കാര്യങ്ങൾ, ഇതെല്ലാം മനുഷ്യൻ്റെ ജീവിതത്തിൻ്റെ പല പല മേഖലകളെയും കടന്നാക്രമിച്ചുകൊണ്ടിരുന്ന കാലഘട്ടമാണ്. ഇന്നത്തെ പോലെ അന്നും വ്യക്തിയുടെ സ്വാതന്ത്ര്യത്തെയും അവകാശങ്ങളെയും ഹനിക്കുന്ന പ്രവർത്തനങ്ങൾ സമൂഹത്തിനകത്തും മതത്തിൻ്റെ കാര്യത്തിനകത്തും അല്ലെങ്കിൽ ഒഫീഷ്യലായിട്ടുള്ള സ്റ്റേറ്റിൻ്റെ കാര്യത്തിലുണ്ടായിരുന്നു. അങ്ങനെ ഉണ്ടായിരുന്ന വ്യക്തിയുടെയും അവകാശങ്ങളെയും അല്ലെങ്കിൽ അവൻ്റെ സ്വാതന്ത്ര്യത്തെയും അടിച്ചമർത്തുന്ന അല്ലെങ്കിൽ ഹനിക്കുന്ന അല്ലെങ്കിൽ കടന്നാക്രമിക്കുന്ന ഈ സാമൂഹിക രാഷ്ട്രീയ അല്ലെങ്കിൽ സദാചാര മതത്തിൻ്റെ അന്തരീക്ഷത്തിന്, ആ കണ്ടീഷനിങ്ങിനെതിരെയാണ് ശക്തമായിട്ട് അദ്ദേഹം പ്രതികരിച്ചു പോകുന്നത്. അങ്ങനെ ശക്തമായിട്ട് പ്രതികരിക്കേണ്ട ഭാഗമായിട്ട് വ്യക്തിയുടെ അവകാശങ്ങളെക്കുറിച്ചും അവൻ്റെ സ്വാതന്ത്ര്യത്തെക്കുറിച്ചും മനുഷ്യന് ജീവിക്കാനുള്ള അനുഭവനീയമായിട്ടുള്ള അല്ലെങ്കിൽ അനിവാര്യമായിരിക്കുന്ന ജീവിത സാഹചര്യങ്ങളെക്കുറിച്ചും അദ്ദേഹം വളരെ ആഴത്തിൽ ചിന്തിക്കുകയും പല രീതിയിലുള്ള പല വോളിയത്തിനകത്ത് ഏകദേശം 7ഓളം വോളിയത്തോടുകൂടി അദ്ദേഹം ഫിലോസഫി പ്രൊഡ്യൂസ് ചെയ്യുകയും ചെയ്തിട്ടാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. ഈ ഫിലോസഫിയുടെ പ്രധാനപ്പെട്ട ആകത്തുക എന്ന് പറയുന്നത് നമുക്ക് അദ്ദേഹത്തിൻ്റെ പൊളിറ്റിക്കൽ തിയറിയിൽ പ്രധാനമായിട്ടും കാണാൻ പറ്റുന്നതാണ്. അതിൻ്റെ പൊളിറ്റിക്കൽ തിയറിയിലെ പ്രധാനപ്പെട്ട ഒരു ഡിക്റ്റം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞെങ്കിൽ മാൻ ഈസ് എ മെഷർ ഓഫ് ഓൾ തിങ്സ് എന്നുള്ളതാണ്. ഈ മാൻ ഈസ് എ മെഷർ ഓഫ് ഓൾ തിങ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നമ്മളിന്ന് മോഡേൺ ഡെമോക്രസി നമ്മൾ കാണുന്നത് പോലെ എന്താണ്, മനുഷ്യൻ്റെ അവകാശങ്ങൾ എങ്ങനെയാണ്, മനുഷ്യൻ്റെ ഓരോ അവകാശങ്ങൾ എങ്ങനെയാണ്, ജീവിക്കാനുള്ള അവകാശങ്ങൾ, സ്വാതന്ത്ര്യത്തിനുള്ള അവകാശങ്ങൾ, മൂവ്മെൻറ്റിനുള്ള അവകാശങ്ങൾ,
അല്ലെങ്കിൽ അവൻ്റെ ചിന്തകൾക്കും അവൻ്റെ ആശയങ്ങൾക്കും അവൻ്റെ അഭിപ്രായങ്ങൾക്കും പ്രകടിപ്പിക്കാനുള്ള അവകാശങ്ങൾ. ഇങ്ങനെ മനുഷ്യനെ മനുഷ്യനാക്കി നിർത്തുന്ന, അതിൻ്റെ അസ്തിത്വത്തെ പിടിച്ചു നിർത്തുന്ന, അല്ലെങ്കിൽ മെയിൻറ്റെയിൻ ചെയ്യുന്ന, അല്ലെങ്കിൽ അവൻ്റെ അസ്തിത്വത്തെ രൂപപ്പെടുത്തിയിരിക്കുന്ന വളരെ ഫണ്ടമെൻ്റൽ ആയിട്ടുള്ള അവകാശങ്ങൾ എങ്ങനെ ആയിരിക്കണമെന്ന് വളരെ വ്യക്തമായിട്ട് അന്ന് തന്നെ പ്രോട്ടഗോറസിനെ പോലെയുള്ള ആളുകൾ പറയുകയുണ്ടായിട്ടുണ്ട്. അതനുസരിച്ചാണ് ഓരോ മനുഷ്യൻ വ്യക്തിയും എങ്ങനെയാണ് ചിന്തിക്കേണ്ടത്, എന്ത് സംസാരിക്കണം, എന്ത് പ്രവർത്തിക്കണം, ഏതൊക്കെ മേഖലയായിട്ട് ബന്ധപ്പെടണം, ആരെയൊക്കെ സെലക്ട് ചെയ്യണം, അല്ലെങ്കിൽ അവനെ ബാധകമാകുന്ന നിയമങ്ങൾ എന്തെല്ലാം, അവനിഷ്ടപ്പെടുന്നത് റിലീജിയൻ എങ്ങനെയായിരിക്കണം, സൊസൈറ്റി എങ്ങനെയായിരിക്കണം, സ്റ്റേറ്റ് എങ്ങനെയാണെങ്കിലും ഭരിക്കുന്നത്, ഇതെല്ലാം കൂടെ തീരുമാനിക്കുന്ന ചില ബേസിക് പ്രിൻസിപ്പിളാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്ന മാൻ ഈസ് ദ മെഷർ ഓഫ് ഓൾ തിങ്സ്. അത് ഓരോ മനുഷ്യനും ജീവിക്കുന്ന പച്ചയായ നമ്മുടെ സമൂഹത്തിനകത്ത് ജീവിക്കുന്ന ഓരോ മനുഷ്യനും അവൻ്റെതായ രീതിയിൽ അത് തീരുമാനിക്കണം എന്നുള്ളതാണ് ഈ മാൻ ഈസ് ദ മെഷർ ഓഫ് ഓൾ തിങ്സ് എന്നുള്ളതുകൊണ്ട് പ്രോട്ടോകോറസ് ഉദ്ദേശിക്കുന്നത്. ഇതാണ് പിൽക്കാലങ്ങളിൽ പ്രധാനപ്പെട്ട പല ചിന്തകൾക്കും ഉദാഹരണം മോഡേൺ കാലഘട്ടത്ത് ഇപ്പോൾ റൂസോയുടെ ചിന്തകൾ നമ്മൾ കാണുന്ന പോലെ, റൂസോയാണ് മോഡേൺ കാലത്ത് പ്രധാനപ്പെട്ട ഒരു ചിന്തകൻ. ഇപ്പം നമ്മൾ പറയുമ്പോൾ ഫ്രഞ്ച് റെവല്യൂഷൻ്റെ പിതാവ് എന്ന് പറയുന്നത് റൂസോയാണ്. റൂസോ പറയുന്നുണ്ടെങ്കിൽ നമ്മൾ ജീവിക്കുന്ന സമൂഹത്തിനകത്ത് മതപരമായ കാര്യങ്ങളാണെങ്കിലും സാമൂഹ്യപരമായ കാര്യങ്ങളാണെങ്കിലും രാഷ്ട്രീയപരമായ കാര്യങ്ങളും നമ്മളെ ഏത് നിയമങ്ങൾ നമ്മളെ ഭരിക്കണമെന്ന് തീരുമാനിക്കുന്നത് നമ്മളാണ്. അത് സദാചാരപരമായിക്കോട്ടെ, മതപരമായിക്കോട്ടെ, സ്റ്റേറ്റിൻ്റെ നിയമങ്ങളായിക്കോട്ടെ, നമ്മളെ അവകാശങ്ങളായിക്കോട്ടെ, ഇതെല്ലാം ഇതായിട്ട് ബന്ധപ്പെട്ട നിയമങ്ങളും റൂൾസുകളും റെഗുലേഷൻസും കണ്ടീഷൻസും എങ്ങനെ ആയിരിക്കണമെന്നും നമ്മളെ എങ്ങനെ ഭരിക്കണമെന്നും തീരുമാനിക്കുന്നത് നമ്മളാണ്. ഇതനുസരിച്ചായിരിക്കണം സ്റ്റേറ്റ് നമ്മളെ ഭരിക്കേണ്ടതും, ഇതനുസരിച്ചായിരിക്കണം അങ്ങനെയുള്ള ആളുകളെ ആയിരിക്കണം നമ്മൾ തിരഞ്ഞെടുത്ത് വിടേണ്ടതും, നമ്മുടെ റെപ്രസെൻറ്റേറ്റീവായിട്ട് നിയമസഭകളിലേക്കും അല്ലെങ്കിൽ പാർലമെന്റിലേക്കും നാഷണൽ അസംബ്ലിയിലേക്കും നമ്മൾ തിരഞ്ഞെടുത്ത് വിടേണ്ടത് അങ്ങനെയുള്ള ആളുകളെ ആയിരിക്കണം എന്നുള്ളതാണ് റൂസോ പറയുന്നത്. പണ്ട് ഗ്രീസിൽ ഏകദേശം BC 700-600 കാലഘട്ടത്തിൽ പ്രോട്ടഗോറസ് പറഞ്ഞ അതേ ഫിലോസഫി, അതേ പൊളിറ്റിക്കൽ പ്രിൻസിപ്പിൾ, അതേ ദർശനമാണ് റൂസോ 17-18 നൂറ്റാണ്ടുകളിൽ ഫ്രാൻസിൽ കാഴ്ചവെക്കുന്നതും. ഈ ഫിലോസഫി പിന്നീട് വളരെ റെവല്യൂഷണറി ഫിലോസഫി ആയിട്ട് ഫ്രാൻസിലും അല്ലെങ്കിൽ ലോകത്ത് എല്ലാം അക്സെപ്റ്റ് ചെയ്യപ്പെടുകയും അങ്ങനെ ഫ്രാൻസിൽ മാത്രമല്ല ലോകത്ത് ആകമാനം എല്ലായിടത്തും വളരെ ശക്തമായ ഡെമോക്രാറ്റിക് റിവല്യൂഷനും മാറ്റത്തിനും റിഫോർമേഷനും കാരണമായി തീരുന്നതും ഈ ഫിലോസഫി. അതായത് മനുഷ്യൻ സമൂഹത്തിൽ പച്ചയായി ജീവിക്കുന്ന മനുഷ്യൻ തന്നെയായിരിക്കണം, അല്ലെങ്കിൽ വ്യക്തികൾ തന്നെയായിരിക്കണം. അത് സാമൂഹ്യമായിട്ടുള്ള ചുറ്റുപാടുകളാണെങ്കിലും രാഷ്ട്രീയപരമായ ചുറ്റുപാടുകളാണെങ്കിലും അല്ലെങ്കിൽ ഒരു സ്റ്റേറ്റിൻ്റെ ചുറ്റുപാടാണെങ്കിലും റിലീജിയൻ്റെ ചുറ്റുപാടാണെങ്കിലും ഒരു സമൂഹത്തിൽ ജീവിക്കുന്ന കോൺക്രീറ്റ് ആയിട്ടുള്ള പച്ചയായ മനുഷ്യനായിരിക്കണം, എല്ലാ അനുഭവം കൂടിയ മനുഷ്യനായിരിക്കണം, ചിന്തിക്കുന്ന മനുഷ്യനായിരിക്കണം. അവനവനെക്കുറിച്ചുള്ള തീരുമാനങ്ങളും താല്പര്യങ്ങളും തെരഞ്ഞെടുപ്പുകളും അതായത് സെലക്ഷൻസും എല്ലാം തീരുമാനിക്കേണ്ടത്. അതനുസരിച്ചായിരിക്കണം നിയമങ്ങൾ എങ്ങനെയായിരിക്കണം എന്ന് പറയേണ്ടതും, റൂൾസും റെഗുലേഷൻ എങ്ങനെയായിരിക്കണം എന്ന് പറയേണ്ടതും, അവൻ്റെ അവകാശങ്ങൾ എങ്ങനെയായിരിക്കണം എന്ന് പറയേണ്ടതും ഈ പറയുന്ന ജീവിക്കുന്ന പച്ചയായ മനുഷ്യനായിരിക്കും, അതായത് വ്യക്തിയായിരിക്കണം. ഈ ഒരു കാഴ്ചപ്പാട് അനുസരിച്ചാണ് നമ്മൾ പറഞ്ഞിരിക്കുന്ന പോലെ ഈ പ്രോട്ടഗോറസിൻ്റെയും അല്ലെങ്കിൽ നമ്മൾ പറയുന്ന റൂസോയുടെയും കാഴ്ചപ്പാട് പോലെ തന്നെയാണ് അതിനടുത്ത കാലങ്ങളിൽ 17-18 നൂറ്റാണ്ടിൽ ബ്രിട്ടൻ പോലുള്ള സ്ഥലങ്ങളിൽ പല രീതിയിലുള്ള ഹ്യൂമൻ റൈറ്റ്സ് മൂവ്മെൻറ്റുകൾ ഉണ്ടാവുകയും അതുപോലെ ലോക്കിനെ പോലെയും ഹോബ്സിനെ പോലെയുള്ള ആളുകളുടെ സോഷ്യൽ കോൺട്രാക്ട് തിയറി പോലുള്ള ദർശനങ്ങളും, അതിൽ പിന്നീട് ജർമ്മനിയിൽ വന്നിരിക്കുന്ന കാന്റിനെ പോലെയുള്ള ആളുകളുടെ സോഷ്യൽ കോൺട്രാക്ട് തിയറിയും ഇതെല്ലാം കാണിക്കുന്നത് ഈ പറയുന്ന പ്രോട്ടഗോറസിൻ്റെയും റൂസോയുടെയും ദർശനവും കാഴ്ചപ്പാടുമാണ്. ഇന്ന് ലോകത്താകമാനം കാണുന്ന ഹ്യൂമൻ റൈറ്റ്സ് സങ്കല്പങ്ങൾ, ഡെമോക്രസിയുടെ സങ്കല്പങ്ങൾ, ഇതുമായിട്ട് ബന്ധപ്പെട്ട റെവല്യൂഷനുമായിട്ട് ബന്ധപ്പെട്ട പൊളിറ്റിക്കൽ റെവല്യൂഷനുമായിട്ട് ബന്ധപ്പെട്ട സങ്കല്പങ്ങൾ, അതുപോലെ മൂവ്മെൻറ്റുകൾ, സോഷ്യൽ കോൺട്രാക്ട് തിയറികൾ, ഈവൻ സോഷ്യലിസം പോലെയുള്ള ആശയങ്ങൾ, അത് കൂടാതെ എന്നുണ്ടെങ്കിൽ നമ്മളിന്ന് കാണുന്ന ലോകത്ത് എമ്പാടും അക്സെപ്റ്റ് ചെയ്തിരിക്കുന്ന കോൺസ്റ്റിറ്റ്യൂഷൻ പോലെയുള്ള പ്രിൻസിപ്പിൾസ് അല്ലെങ്കിൽ ഫിലോസഫി ആൻഡ് ദർശനം, ഇതെല്ലാം ഇതിൻ്റെ തുടക്കം എന്ന് പറയുന്നത് നമുക്ക് കാണാവുന്നത് പ്രോട്ടഗോറസിൽ നിന്നാണ്. പ്രോട്ടഗോറസിൽ നിന്ന് ഗ്രാജുവലായിട്ട് റെഗുലറായിട്ട് ഡെവലപ്പ് ചെയ്ത് പ്രോഗ്രസ് ചെയ്ത് മോഡേൺ കാലഘട്ടത്ത് എത്തിയപ്പോൾ അത് പടർന്ന് പന്തലിച്ച് ഒരു വലിയ വൃക്ഷമായി മാറുന്ന ഒരു വലിയ ദർശനമായി മാറുന്ന ഒരു സങ്കല്പമാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. ഈ ഒരു സങ്കല്പം എങ്ങനെ സാക്ഷാത്കരിക്കാം എന്നുള്ളത് ഈ BC തന്നെ പ്രോട്ടഗോറസിന് ശേഷം വന്ന
പ്ലേറ്റോ വളരെ സീരിയസ് ആയിട്ട് ഇതിനെക്കുറിച്ച് ചിന്തിച്ചിരുന്നു. പ്ലേറ്റോ എങ്ങനെയാണ് ചിന്തിച്ചതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, പ്രോട്ടഗോറസ് പറയുന്നത് പോലുള്ള ഈ സങ്കല്പങ്ങൾ, അല്ലെങ്കിൽ അതിനു മുമ്പ് പൈതഗോറസ് പറഞ്ഞിരിക്കുന്ന ഒരു എത്തിക്കൽ മോറൽ സമൂഹം, ഇങ്ങനെയുള്ള സങ്കല്പങ്ങൾ എങ്ങനെ നമുക്ക് ഒരു സമൂഹത്തിനകത്ത് എന്താണ് പ്രാപ്തമാക്കാം എന്നുള്ളതിനെക്കുറിച്ച് സീരിയസ് ആയിട്ട് പ്ലേറ്റോ ചിന്തിച്ചു. പ്ലേറ്റോ അദ്ദേഹത്തിന് മുമ്പ് നമ്മൾ കണ്ടിരുന്ന പ്രോട്ടഗോറസിന്റെ ഫിലോസഫിയും അതിനു മുമ്പേ ഉണ്ടായിരുന്ന പല പല പൊളിറ്റിക്കൽ തിയറിയും ദർശനങ്ങളും ഉൾക്കൊണ്ടുകൊണ്ട് നമ്മൾ മോഡേൺ കാലഘട്ടത്തിൽ എന്താണ് റൂസോയുടെ ഫിലോസഫി ദർശനത്തെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നവരെയും, അല്ലെങ്കിൽ സോഷ്യൽ കോൺട്രാക്ട് തിയറിയിലെയും മറ്റ് ഹ്യൂമൻ റൈറ്റ്സിന്റെ സങ്കല്പത്തെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നവരെയും എല്ലാ കാര്യങ്ങളും അന്ന് തന്നെ ഈ BC ജീവിച്ചിരുന്ന പ്ലേറ്റോയ്ക്ക് അറിയാം എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ കൃതികളിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. അതായത് ഈ പ്രോട്ടഗോറസ് പറയുന്നത് പോലെയും മറ്റ് ഹ്യൂമൻ റൈറ്റ്സുകൾ, അതായത് എങ്ങനെയാണ് ഒരു സമൂഹത്തിനകത്ത്, ഒരു സ്റ്റേറ്റിനകത്ത് ജീവിക്കുന്ന മനുഷ്യന്റെ അസ്തിത്വം എങ്ങനെ സംരക്ഷിക്കപ്പെടാം, മനുഷ്യന്റെ അസ്തിത്വം എങ്ങനെ സംരക്ഷിക്കപ്പെടാം, അതുപോലെ അവന്റെ ജീവിക്കുന്ന ചുറ്റുപാടുകളെ എങ്ങനെ ക്രമീകരിക്കാം, എങ്ങനെ റെഗുലേറ്റ് ചെയ്യാം, എങ്ങനെ മോറലും എത്തിക്കലായിട്ട് മാറ്റാം, എങ്ങനെ അവന്റെ അവകാശങ്ങളെ, ജീവിക്കാനുള്ള അവകാശങ്ങളെയും അല്ലെങ്കിൽ മറ്റവകാശങ്ങളെയും ജീവിത സാഹചര്യങ്ങളെയും മെയിൻറ്റെയിൻ ചെയ്യുകയും സംരക്ഷിക്കപ്പെടുകയും ചെയ്യേണ്ടത് എങ്ങനെയാണ് അവർക്ക് പ്രധാനമായിട്ടും വ്യക്തിയും സമൂഹത്തിനും വേണ്ട രീതിയിലുള്ള സുരക്ഷിതയും വെൽഫെയറും ഹാപ്പിനെസ്സും പ്രദാനം ചെയ്യാൻ പറ്റുക എന്നുള്ള സാമൂഹികമായ രാഷ്ട്രീയപരമായിട്ടുള്ള സദാചാരപരമായ കാര്യങ്ങളെല്ലാം, അതിനെക്കുറിച്ച് ദർശനങ്ങളും പ്രധാനമായിട്ടും എല്ലാം തന്നെ പ്ലേറ്റോയ്ക്ക് വേണ്ട രീതിയിൽ ആഴത്തിൽ തന്നെ അറിയാമായിരുന്നു എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ കൃതികളിൽ നിന്നും നമുക്ക് കാണാൻ പറ്റും. അങ്ങനെ സമൂഹത്തെയും അല്ലെങ്കിൽ രാഷ്ട്രത്തെയും വേണ്ട രീതിയിൽ ക്രമീകരിച്ച് റെഗുലേറ്റ് ചെയ്ത് വ്യക്തിയുടെയും സമൂഹത്തിൻ്റെയും രാഷ്ട്രത്തിൻ്റെയും ശരിയായ ഒരു ഉയർച്ച, ഒരു എൻലൈറ്റ്മെൻറ്റ് സാധ്യമാക്കുന്നതിന് വേണ്ടിയിട്ട് അദ്ദേഹം ജനങ്ങൾക്ക് എല്ലാവർക്കും, വ്യക്തികളും സമൂഹത്തിനും പൊതുവെയും എല്ലാവർക്കും ശരിയായ രീതിയിലുള്ള വിദ്യാഭ്യാസം കൊടുക്കണം എന്നുള്ളതാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. വളരെ റാഡിക്കലായിട്ടുള്ള തറഫായിട്ടുള്ള വിദ്യാഭ്യാസം കൊടുക്കുകയും സമൂഹത്തിനും രാഷ്ട്രത്തിനും അതിൻ്റെ ഇൻ്റഗ്രിറ്റിക്കും വെൽഫെയറിനും അതിനെ മെയിൻറ്റെയിൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് വ്യക്തികളിൽ കുടികൊള്ളുന്ന ശരിയായ രീതിയിലുള്ള ബേസിക് ആയിട്ടുള്ള വെർച്യൂസിനെ, ശരിയായുള്ള നന്മയെ ഡെവലപ്പ് ചെയ്തുകൊണ്ട് ഓരോ വ്യക്തിയെയും സമൂഹത്തെയും വളരെ കോൺക്രീറ്റ് ആയിട്ടുള്ള വളരെ ഉയർന്ന തലങ്ങളിലേക്ക് ഡെവലപ്പ് ചെയ്തെടുക്കണം എന്നുള്ളതാണ് പ്ലേറ്റോ പറഞ്ഞിരിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം. പ്ലേറ്റോ തൻ്റെ ദർശനത്തിനകത്ത് അദ്ദേഹത്തിൻ്റെ രാഷ്ട്രസങ്കല്പമായിരിക്കുന്ന റിപ്പബ്ലിക്കിനെ രൂപപ്പെടുത്തുന്നതിലേക്ക് സമൂഹത്തെയും വ്യക്തിയെയും ശരിയായിട്ടുള്ള ട്രെയിനിങ്ങിലൂടെയും വിദ്യാഭ്യാസത്തിലൂടെയും ഉയർത്തി ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരികയും അങ്ങനെ രാഷ്ട്രത്തെ പൊതുവായിട്ട് വേണ്ട രീതിയിൽ ഇണക്കിച്ചേർത്തുകൊണ്ട് ഒരു ധർമ്മസങ്കല്പത്തിലൂടെ രാഷ്ട്രത്തെ വളർത്തിക്കൊണ്ടുവരികയും അങ്ങനെ സമൂഹത്തിനും രാഷ്ട്രത്തിനും പൊതുവെയും എല്ലാവർക്കും വെൽഫെയറിനെ പ്രദാനം ചെയ്യുന്ന ഒരു റിപ്പബ്ലിക് രൂപീകരിക്കുക എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ദർശനത്തിൻ്റെ കാതലായിട്ടുള്ള ആശയങ്ങളും ലക്ഷ്യവും. അങ്ങനെ വ്യക്തിയുടെ അസ്തിത്വവും അവൻ്റെ അവകാശങ്ങളും അവൻ്റെ സുരക്ഷിതത്വവും സമൂഹത്തിൻ്റെയും രാഷ്ട്രത്തിൻ്റെയും സോളിഡാരിറ്റിയും സെക്യൂരിറ്റിയും മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് ഉദാത്തമായ ഒരു രാഷ്ട്രസങ്കല്പം രൂപീകരിച്ചുകൊണ്ട് ഒരു ധർമ്മസങ്കല്പത്തിലൂടെ, അഥവാ അദ്ദേഹം പറയുന്ന ഒരു ജസ്റ്റിസ് എന്ന് പറയുന്ന ഒരു ധർമ്മസങ്കല്പത്തിലൂടെ, ഒരു പ്രിൻസിപ്പിൾസിലൂടെ സമൂഹത്തെയും രാഷ്ട്രത്തെയും ഉറപ്പിച്ചു നിർത്തുകയും അങ്ങനെ അതിൻ്റെ ഭരണ സംവിധാനം വളരെ ക്രമബദ്ധമായ രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോവുകയും അങ്ങനെ രാഷ്ട്രം ഒരു ഉയർന്ന സംവിധാനമായി നിലനിൽക്കുകയും ചെയ്യണമെന്ന് അദ്ദേഹം തൻ്റെ റിപ്പബ്ലിക്കിൽ വളരെ ആഴമായി ആഗ്രഹിക്കുന്നതായിട്ട് നമുക്ക് കാണാം. അങ്ങനെ തൻ്റെ റിപ്പബ്ലിക്കിനകത്ത് അഥവാ ആ സ്റ്റേറ്റിനകത്ത് മനുഷ്യൻ്റെ രാഷണൽ പ്രിൻസിപ്പിളെ ബേസ് ചെയ്തുകൊണ്ടുള്ള നിയമങ്ങളും സദാചാരവും അല്ലെങ്കിൽ സാമൂഹികമായിട്ടുള്ള സാമൂഹികക്രമവും രാഷ്ട്ര സംവിധാനവും എല്ലാം കൂടെ ഒത്തിണങ്ങിയ ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ ഫങ്ഷൻ, ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ സ്ട്രക്ചർ തന്നെ രൂപീകരിക്കാൻ അദ്ദേഹം ശ്രമിക്കുന്നതായിട്ട് നമുക്ക് കാണാം. അങ്ങനെ മനുഷ്യൻ്റെ റാഷണൽ പ്രിൻസിപ്പിൾസിൻ്റെ, അവൻ്റെ റാഷണൽ നേച്ചറിനെ ബേസ് ചെയ്തുള്ള ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ സ്ട്രക്ചറിനെ ബേസ് ചെയ്തുകൊണ്ട് ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ ഫങ്ഷനോടുകൂടിയ രാഷ്ട്രത്തെ രൂപീകരിക്കുകയും ആ രാഷ്ട്രത്തിൻ്റെ ഭരണത്തിന് വേണ്ടിയിട്ട് എങ്ങനെയുള്ള ആളായിരിക്കണം അതിൻ്റെ ഭരണ സംവിധാനത്തിൽ വരേണ്ടത്, എങ്ങനെയുള്ള ക്യാരക്ടർ, എങ്ങനെയുള്ള വേർച്യു, എങ്ങനെയുള്ള വ്യക്തിത്വം ഉള്ള ആളായിരിക്കണം ഇതിൻ്റെ ഭരണ സംവിധാനത്തിൽ വരേണ്ടതെന്നുള്ള അന്വേഷണവുമായിട്ട് ബന്ധപ്പെട്ട് പ്ലേറ്റോ വളരെ നയപരമായിട്ടുള്ള
വളരെ രാഷ്ട്രീയപരമായിട്ടുള്ള, വളരെ പൊളിറ്റിക്കലായിട്ടുള്ള, വളരെ തന്ത്രപരമായിട്ടുള്ള ഒരു കൺസെപ്റ്റ് അദ്ദേഹം മുന്നോട്ട് വയ്ക്കുകയുണ്ടായി. ഇങ്ങനെയുള്ള നമ്മൾ ക്രമബദ്ധമായിട്ട് ചുറ്റുന്ന ഈ സ്റ്റേറ്റിൻ്റെ, ഈ റിപ്പബ്ലിക്കിൻ്റെ തലപ്പത്ത് വരേണ്ടിയിരിക്കുന്ന, ലീഡർഷിപ്പിൽ വരേണ്ടിയിരിക്കുന്ന ആ ഒരു വ്യക്തി വളരെ നയപരമായിട്ടുള്ള, തന്ത്രപരമായിട്ടുള്ള, റാഷണലായിട്ടുള്ള ഒരു പെർഫെക്റ്റ് രൂപത്തെക്കുറിച്ചാണ് പ്ലേറ്റോ പറയുന്നത്. ആ രൂപത്തെ, അല്ലെങ്കിൽ ആ വ്യക്തിയെ, അല്ലെങ്കിൽ ആ വ്യക്തിത്വത്തെ അദ്ദേഹം പറയുന്ന പേരാണ്, അല്ലെങ്കിൽ അദ്ദേഹം ചെയ്തിരിക്കുന്ന നാമകരണമാണ് ഫിലോസഫർ കിങ് എന്ന് പറയുന്നത്. ഫിലോസഫർ കിങ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അദ്ദേഹം ഒരു കിങ് ആയിരിക്കും എപ്പോഴും. അല്ലെങ്കിൽ നമ്മൾ സാധാരണ ചരിത്രത്തിൽ കാണുന്ന പോലെ രാജ്യം ഭരിക്കുന്ന ഒരു കിങ്, അല്ലെങ്കിൽ ഒരു പ്രിൻസ്, അല്ലെങ്കിൽ ഒരു എംബറർ ആയിരിക്കും. പക്ഷെ ആ പ്രിൻസ്, അല്ലെങ്കിൽ ആ കിങ്, ആ എംബറർ എപ്പോഴും വളരെ റാഷണൽ ആയിരിക്കണം, വളരെ പൊളിറ്റിക്കലായിരിക്കണം, വളരെ തന്ത്രശാലിയായിരിക്കണം, അതേപോലെ നയപരമായിട്ടുള്ള കഴിവുള്ള ആളായിരിക്കണം, എല്ലാ രീതിയിലുള്ള ബെസ്റ്റ് ഇൻട്രസ്റ്റുകളിൽ നിന്നും ഫ്രീ ആയിരിക്കണം, എല്ലാ രീതിയിലുള്ള പക്ഷപാതങ്ങളിൽ നിന്നും ഫ്രീ ആയിരിക്കണം, എല്ലാ രീതിയിലുള്ള പ്രിജുഡിസുകളിൽ നിന്നും ഫ്രീ ആയിരിക്കണം, എല്ലാ രീതിയിലുള്ള കൺസർവേറ്റീവ് ആയിട്ടുള്ള ഡോക്മകളിൽ നിന്നും ഫ്രീ ആയിരിക്കണം. അങ്ങനെ നെഗറ്റീവ് എനർജി പ്രൊഡ്യൂസ് ചെയ്യുന്ന എല്ലാ കാര്യങ്ങളിൽ നിന്നും ഫ്രീ ആയിരിക്കുകയും അതേസമയത്ത് റാഷണലായിരിക്കുകയും ധർമ്മിഷ്ഠനായിരിക്കുകയും ധർമ്മ മൂല്യങ്ങളുടെയും പ്രിൻസിപ്പിൾസിൻ്റെയും ബേസിൽ രാജ്യം ഭരിക്കുകയും വ്യക്തിയുടെയും സമൂഹത്തിൻ്റെയും രാഷ്ട്രത്തിൻ്റെയും അഖണ്ഡതയും ഇൻ്റഗ്രിറ്റിയും സോളിഡാരിറ്റിയും കാത്തുസൂക്ഷിക്കുകയും പ്രത്യേകിച്ച് വ്യക്തികളുടെയും ജനങ്ങളുടെയും അവകാശങ്ങളെ സംരക്ഷിച്ചു നിർത്തുകയും ചെയ്യുന്ന ആ ഒരു വ്യക്തി, ആ ഒരു ഭരണകർത്താവ്, അദ്ദേഹത്തെ പ്ലേറ്റോ വിളിച്ചതാണ് ഫിലോസഫർ കിങ് എന്ന് പറയുന്ന ഒരു പേര്. അതായത് വെസ്റ്റേൺ ഫിലോസഫിയുടെ ചരിത്രത്തിനകത്ത്, പ്രത്യേകിച്ച് പൊളിറ്റിക്കൽ തിയറിയുടെ ചരിത്രത്തിനകത്ത് ഇത്രയും വിശ്വപ്രസിദ്ധനായിട്ടുള്ള ഒരു ചിന്തകൻ വേറെയില്ല. പ്ലേറ്റോ കഴിഞ്ഞാൽ ഇത്രമാത്രം വിശ്വപ്രസിദ്ധനായിട്ടുള്ള പൊളിറ്റിക്കൽ തിങ്കർ കാർൽ മാർക്സ് മാത്രമേ ഉള്ളൂ. ഈ വിശ്വപ്രസിദ്ധനായ പ്ലേറ്റോയുടെ ഈ തിയറി, അദ്ദേഹത്തിൻ്റെ പൊളിറ്റിക്കൽ തോട്ട് അഥവാ പൊളിറ്റിക്കൽ ഫിലോസഫി അഥവാ ദർശനം, അദ്ദേഹം വിശ്വപ്രസിദ്ധനായി തീർന്നത് അദ്ദേഹത്തിൻ്റെ റിപ്പബ്ലിക് എന്നുള്ള കൺസെപ്റ്റിൽ നിന്നാണ്. ആ റിപ്പബ്ലിക്കിനെ കുറിച്ചാണ് നമ്മൾ ചെറുതായിട്ട് ബ്രീഫായിട്ട് ഇപ്പോൾ പറഞ്ഞു വെച്ചത്. അതായത് മനുഷ്യൻ്റെ ചരിത്രത്തിനകത്ത്, അത് ഏത് കാലത്താണെങ്കിലും മനുഷ്യന് സമാധാനമായിട്ട് ജീവിക്കണമെങ്കിൽ, മനുഷ്യൻ്റെ അസ്തിത്വത്തെ നമുക്ക് മെയിൻറ്റെയിൻ ചെയ്ത് നിർത്തണമെങ്കിൽ, അവൻ്റെ അവകാശങ്ങളെ മെയിൻറ്റെയിൻ ചെയ്യണമെങ്കിൽ, അവന് സമാധാനപരമായി ജീവിക്കണമെങ്കിൽ, നല്ല സമൂഹത്തിൽ ജീവിക്കണമെങ്കിൽ, നല്ല സ്റ്റേറ്റ് ഉണ്ടാകണമെങ്കിൽ എന്താണോ ചെയ്യേണ്ടത് അതാണ് പ്ലേറ്റോ തന്നിരിക്കുന്ന ദർശനം. ഇത് നമ്മൾ നേരത്തെ പറഞ്ഞത് സയൻസിനകത്തുള്ള വൈഎസ്റ്റിൻ്റെ തിയറി പോലെ ഉള്ള തിയറികൾക്കകത്ത് ചില പ്രിഡിക്ഷൻ ഉണ്ടെന്ന് പറയുന്നത് പോലെ, അത് മറ്റു ചില സയൻറ്റിഫിക് തിയറിക്കകത്ത് ചില പ്രിഡിക്ഷൻ ചില പ്രിഡിക്ഷൻ്റെ പോസിബിലിറ്റി ഉണ്ട് എന്ന് നമ്മൾ പറഞ്ഞിരുന്നതുപോലെ, പ്ലേറ്റോയുടെ ഈ തിയറിയിലും പ്ലേറ്റോയുടെ ഈ ദർശനത്തിനകത്തും ചില പ്രിഡിക്ഷൻ്റെ പൊട്ടൻഷ്യാലിറ്റി ലയിച്ചിരിപ്പുണ്ട് എന്നുള്ളത് നമുക്ക് കാണാവുന്നതാണ്. എന്താണ് പൊട്ടൻഷ്യൽ നേച്ചർ? പ്ലേറ്റോയുടെ ഫിലോസഫി പറയുന്ന രീതിയിൽ മനുഷ്യൻ്റെ ചരിത്രത്തിൽ എവിടെ വേണമെങ്കിലും എപ്പോൾ വേണമെങ്കിലും ഈ പറയുന്ന റിപ്പബ്ലിക് രൂപപ്പെടാനും, ഈ പറയുന്ന രീതിയിലുള്ള ഫിലോസഫർ കിങ്ങിനെ പോലുള്ള വ്യക്തികൾ അല്ലെങ്കിൽ റൂളേഴ്സ് പ്രത്യക്ഷപ്പെടാനും ഉള്ള സാധ്യത ഉണ്ടെന്നുള്ളതാണ് പ്ലേറ്റോയുടെ ദർശനം നമുക്ക് കാണാൻ പറ്റുന്നത്. കാരണം പ്ലേറ്റോയുടെ ഫിലോസഫി മനുഷ്യൻ്റെ ബേസിക് ആയിട്ടുള്ള നേച്ചറിനെ ആശ്രയിച്ചിട്ടുള്ളതും ബേസിക് ആയിട്ടുള്ള ഹ്യൂമൻ പ്രിൻസിപ്പിൾസിനെയും റാഷണാലിറ്റിയെയും ആശ്രയിച്ചിട്ടുള്ള ദർശനമായതിനാലും മനുഷ്യൻ ഏതെല്ലാം കാലത്ത് എവിടെയെല്ലാം നിൽക്കുന്നുവോ, മനുഷ്യൻ്റെ ചരിത്രം എവിടെയൊക്കെ ഉണ്ടോ, ആ ഏത് കാലഘട്ടത്തും എപ്പോൾ വേണമെങ്കിലും ഈ പറയുന്ന റിപ്പബ്ലിക്കൻ മോഡലുള്ള രാഷ്ട്രവും അല്ലെങ്കിൽ റിപ്പബ്ലിക്കൻ മോഡലുള്ള ഭരണഘടനയും അതുപോലെ ഫിലോസഫർ കിങ്ങിനെ പോലുള്ള ഭരണാധികാരികളും വരാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളതാണ് അതിൻ്റെ പ്രിഡിക്ഷൻ്റെ പോസിബിലിറ്റി. അത് മനുഷ്യൻ്റെ ചരിത്രം നമ്മൾ, അല്ലെങ്കിൽ ലോകചരിത്രം നമ്മൾ, അല്ലെങ്കിൽ രാഷ്ട്രീയ ചരിത്രം നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്ക് ലോകത്ത് രണ്ട് ആളുകളെ ഈ പറയുന്ന ഫിലോസഫർ കിങ്ങിൻ്റെ മോഡലുകളിൽ നമുക്ക് കാണാവുന്നതാണ്. അതിലേറ്റവും പ്രധാനപ്പെട്ട ഫിഗർ, ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ള, പ്ലേറ്റോയുടെ തിയറിയുമായിട്ട് ഏറ്റവും താതാത്മ്യം പ്രാപിക്കുന്ന, ഹാർമണിയിൽ വരുന്ന ഒരു ഫിഗറാണ് നമ്മുടെ ഏൻഷ്യൻ ഇന്ത്യയിലെ ബൗദ്ധ മൗര്യൻ പീരീഡിൽ ജീവിച്ചിരുന്ന അശോക എന്ന് പറയുന്ന, അല്ലെങ്കിൽ അശോകവർദ്ധന പ്രിയദർശൻ എന്ന് പറയുന്ന ഇന്ത്യയിലെ മൗര്യൻ എംപയർ. അതായത് നമ്മൾ പ്ലേറ്റോ പറയുന്നത് പോലെ തന്നെ എന്താണ്, നമ്മുടെ ഇന്ത്യയിലെ ഏൻഷ്യൻ ഇന്ത്യയിൽ അതേ ക്വാളിറ്റിയോടുകൂടിയ, അതേ വ്യക്തിത്വത്തോടുകൂടിയ
അതേ കാഴ്ചപ്പാടോടുകൂടിയ, അതേ മൂല്യങ്ങളോടുകൂടിയ, അതേ ദർശനങ്ങളോടുകൂടിയ, അതേപോലെ ഒരു റാഷണൽ ഫിഗറാണ് അശോകൻ എന്ന് പറയുന്ന, അശോകവർദ്ധന പ്രിയദർശൻ എന്ന് പറയുന്ന ചക്രവർത്തി. ഏൻഷ്യൻ ഇന്ത്യയിൽ എന്താണ് ഏകദേശം 3-4 നൂറ്റാണ്ടുകളോളം നിറഞ്ഞിരുന്ന മൗര്യൻ എംപയറിനെ ചരിത്രത്തിൻ്റെ ഉയരങ്ങളിലേക്ക് ഉയർത്തുകയും അതിൽ ചരിത്രത്തിൻ്റെ പറയുന്ന ഭരണകർത്താക്കളിൽ ഏറ്റവും മോഡലായിട്ട് മാറിയ അശോകവർദ്ധന പ്രിയദർശൻ നമ്മൾ ഈ പറയുന്ന പ്ലേറ്റോയുടെ ഫിലോസഫിയുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് താരതമ്യം ചെയ്ത് നോക്കിയാൽ ഇതേ രൂപത്തിലുള്ള ഒരു മോഡൽ ഫിഗറാണ് എന്ന് നമുക്ക് കാണാൻ പറ്റുന്നതാണ്. എന്താണ് പ്ലേറ്റോയുടെ ഫിലോസഫി, ആ ദർശനത്തിൽ, ആ തിയറിയിൽ എന്താണ് പ്രിഡിക്ഷൻ്റെ പൊട്ടൻഷ്യലായിട്ട് നിറഞ്ഞിരിക്കുന്നത്? അതൊരു ഉദാഹരണമാണ് നമ്മുടെ ഏൻഷ്യൻ ഇന്ത്യയിലെ മൗര്യൻ പീരീഡിൽ ഉണ്ടാകുന്ന അശോകൻ എന്ന് പറയുന്ന ചക്രവർത്തി. നമ്മൾ ഇപ്പം നേരത്തെ പറഞ്ഞിരിക്കുന്നത് പോലെ പ്ലേറ്റോയുടെ രാഷ്ട്രീയ ദർശനത്തിൻ്റെ അടിസ്ഥാനത്തിൽ പ്രിഡിക്റ്റ് ചെയ്യപ്പെട്ടിരിക്കുന്ന ഈ മോഡൽ ഫിഗർ നമുക്ക് നമ്മുടെ ഏൻഷ്യൻ ഇന്ത്യ ചരിത്രത്തിൽ കാണാവുന്നതാണ്. അത് മറ്റാരുമല്ല, ബുദ്ധിസ്റ്റ് മൗര്യൻ പീരീഡിൽ നമ്മുടെ ഏൻഷ്യൻ ഇന്ത്യ ഭരിച്ചിരുന്ന അശോക ചക്രവർത്തി തന്നെയാണ്. അശോകവർദ്ധന പ്രിയദർശൻ എന്ന് പറയുന്ന ചക്രവർത്തി ഭാരതത്തിൻ്റെ തനതായ മൂല്യങ്ങളായ ദർശനമായ ബൗദ്ധ ദർശനത്തെയും അതിൻ്റെ മൂല്യങ്ങളെയും അതിൻ്റെ തത്വങ്ങളെയും അടിസ്ഥാനപ്പെടുത്തി ഇന്ത്യയെ ഭരിച്ച് ഇന്ത്യയെ ചരിത്രത്തിലെ ഉയരങ്ങളിലേക്ക് നയിച്ച ഒരു ബുദ്ധിസ്റ്റ് എംപയർ ആണെന്നുള്ള കാര്യം നമുക്ക് തിരിച്ചറിയാവുന്നതാണ്. ഓക്കെ.